ചോർച്ച നിന്റെ അമ്മയപ്പനെ വായിക്കാനൊക്കെ അറിയാട്ടാ. റീഡിംഗ് ന്യൂസ് പേപ്പർ. ബുഡപ്പാടം നോക്കണെങ്കിലോ സൈമനാ എന്തരാ ഇവന്റെ അപ്പൻ ഇന്നലെ സൈഡായേ. ഇന്നലെ വന്നിണ്ടായിരുന്നു ഉഗ്ര റീത്തൊക്കെ ആയിട്ട്. എവിടെന്നാ റീത്ത് മേടിച്ചേ? കടയിന്ന്. ഇവനെന്ത് അല്ല ഇവന്റെ അപ്പന്റെ ഏഴിന് വിളിക്കാൻ വേണ്ടിട്ട് വന്നാണ്. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? അല്ല രാവിലെ ആകുമ്പോ എല്ലാരും ഒരുമിച്ച് കാണാലെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പൊ തുടങ്ങാല്ലേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മാനി സുഹൃത്തെ, എന്റെ അപ്പൻ ചോരട്ടാ. എന്റെ അപ്പനല്ലേ ഇവന്റെ അപ്പനാ. എന്റെ ജയിസാട്ടാ. എന്റെ അപ്പനൊന്നും വരുത്തേക്കല്ലേട്ടാ. എവിടെ വായിച്ചെടുത്തത്? ആ ഫ്ലോ അങ്ങോട്ട് പോയല്ലോ. ഒന്നുകൂടി തുടങ്ങിയല്ലോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതം തൊട്ടാ മാന്യ സുഹൃത്തെ, എന്റെ അപ്പന്റെ ോടനുബന്ധിച്ച് നവംബർ 5-ാം തീയതി ശനിയാഴ്ച രാവിലെ പറ്റുന്നുണ്ടെങ്കിൽ 10:30 സാധനം എവിടെ പോയാവോ? വീട്ടിലിങ്ങനെ കുത്തിരുന്ന് പത്രം വായിച്ചതിന് ശരിയാണ്. പള്ളിയിലൊക്കെ കറങ്ങടക്ക്. നിന്റെ പേരെന്തുട്ടാ? പി അബൂതാര് പള്ളൊന്നും വിളിക്കും. നീ മുസ്ലിം അല്ലേ? നിന്റെ പള്ളിക്ക് എന്തുട്ടാ ഞാൻ വരണേ? ഇതെന്തൊരു സൗഹൃദമല്ലാതെ. എടവാ അവൻ നീ എന്തെങ്കിലും ചോദിക്കേ. നീ ഏതടവയിലത്തെയാ? അങ്ങനെയൊന്നുമില്ലേ. നിന്റെ വീട് ഏതറാ? ഞങ്ങള് വീട് മാറി. എന്താ ഹൈ എന്തുട്ടി ഇരിപ്പയിരിക്കണേ? നമുക്ക് ഇതുപോലെ ഒരു കാർഡടിച്ച് നാട്ടുകാർക്ക് സദ്യ കൊടുക്കണ്ടേ? എന്തിന്റെ സദ്യ? മരിച്ചിട്ട് ഏഴിന്റെ. സൈമ ആരിന്റെ അകത്തേക്ക് പോയി തണ്ടി? അത് ഇവന്റെ ഫ്രണ്ടാ. അപ്പൊ ഇവനാരാ? ഞാനിവന്റെ ഫ്രണ്ടാ. അപ്പൊ നീ ആരാ? അവൻ എന്റെ ഫ്രണ്ടാ. പക്ഷെ അവന്റെ ഫ്രണ്ട് ആരാണെന്ന് എനിക്കറിയില്ല കേട്ടാ. എനിക്കറിയാടാ. അവന്റെ എന്റെ ഫ്രണ്ടാ. ഇക്കടാബ എവിടെ പോയി കിടക്കണേ? കർത്താവ് കൂടെ നിന്നോളൂട്ടാ. ദേ നിക്കണ മോതല്. ആരെങ്കിലൊക്കെ ആവാൻ ആഗ്രഹിക്കണ ആളാ. കലക്കണ്ടിട്ടാ. നീ നിന്റെ കൂട്ടുകാരെയും കുട്ടി നിന്റെ അപ്പന്റെ ഏണ് ക്ഷണിക്കാൻ വന്നാണോ അതോ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിക്കാൻ വന്നതാ? വാട്ടെങ്കിൽ ഒരാത്മാവ് മരിക്കുമ്പോ മറ്റൊരാത്മാവിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? വന്നല്ലോ ഇവിടെ. അപ്പൊ വന്നോളൂട്ടാ അങ്ങട്. എവിടേക്ക്? ഫുഡടിക്കാന്ന്. അവരിറങ്ങി കണ്ടോടാ. അത് മതി. എന്തിട്ടാ എല്ലാരും കൂടി? അത് ഞാനല്ല ചോദിക്കണ്ടേ. നാണുണ്ടാ സ്വന്തം അപ്പൻ ചത്തന്റെ അടുത്ത ദിവസം തന്നെ അയാളുടെ പേരിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങാൻ? ഇതല്ല എന്റെ അപ്പന്റെ. അതേടാ, നിന്റെ അപ്പൻ അയാളുടെ ഗ്രൂപ്പുകാരെല്ലാം കൂടി ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് നട്ടെന്ന് വെച്ച് അയാളുടെ ശവത്തിൽ പിടിച്ചു തൂങ്ങി നീ അങ്ങ് കയറിപ്പോവാന്ന് വിചാരിക്കില്ലേ? അതൊന്നും നടക്കില്ല സൈമ. നിന്റെ അപ്പൻ തണ്ടില്ല. ചത്തുപോയവരെ പറ്റി ചടച്ച ഡയലോഗ് പറഞ്ഞടാ ഈ ചെടാവേ. ആരെങ്കിലൊക്കെ വണ്ടി എടുക്കടാ. നീ എന്തുടനടാ അവന്റെ ചെകളയിൽ പൊളിച്ചേ? നമ്മള് ഫ്രണ്ട്സോള് തമ്മില് പലതും പറയും. അതിനിടയില് പുറത്തുനിന്ന് ഒരുത്തൻ ചൊറിയാൻ വന്നാ ഈ ജോർജ് പടക്കും. നീ കുടിച്ച മൊത്തം മുള്ളി തീർക്കണ. എടാ ജോർജ്, നീ പാർട്ടിക്കാരുന്ന ഗ്രൗണ്ടിന്റെ റെന്റ് വാങ്ങിച്ചാ? അതൊക്കെ വാവ സൈസാക്കി ഉണ്ടാവും ഇല്ലടാ. ഞാൻ അവിടെ മുള്ളി കൊണ്ടിരുന്നപ്പോഴും ഒരു കാര്യം ഓർത്ത്. നാളെ രാവിലെ എനിക്കൊരു പെണ്ണ് കാണലുണ്ട്. നിനക്കാ? നീ എന്താ മുള്ളിക്കൊണ്ടിരുന്ന് പോർത്തേ? ഓർത്തു. എടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്നാ കഴിച്ചു നോക്ക്. ഇങ്ങനെ കാണിച്ചേ. ആണോ? അയ്യേ നാളെ വിറ്റാ മതിയേനു. ആ 3 ദിവസം പഴക്കുണ്ട്. ഞാൻ പന്നി കൊടുക്കാൻ കൊണ്ടുവന്നാ. പിന്നെ നിങ്ങൾക്ക് എന്നാ ഒരു പുണ്യാവല്ലോ. 3 ദിവസം പഴക്കമുള്ള ഫുഡാണ് ഞങ്ങൾക്ക് തന്നെ. എത്ര കൊല്ലായിരുത്താണല്ലോ തന്നെ. തലയിൽ മുടി മാത്രമേ ഉള്ളൂ, മനസ്സിലാവില്ല. ടേസ്റ്റ് അത് പറ്റില്ല. കഴിച്ചടാ പറ്റില്ല. ജോസഫിന് വിശന്നിട്ട് വയ്യടാ. വയറ് കണ്ടോ നീ? വയറ് വല്ലാണ്ട് വീർത്തിരിപ്പുണ്ടല്ലോ. പോയത് എന്തുട്ടാ പറയണേ? അതെ, ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചാരാട്ടാ. നമ്മുടെ ജോസഫേട്ടന് പുറത്ത് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തേ. പിന്നെ ഒരു ചെറുതുണ്ട്, അടിച്ചിട്ട് നല്ല കൊച്ചു കുട്ടികളെ പോലെ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടാ.
ഞാൻ കൂടെ വരണ. ആ ചെല്ലടാ ചെന്ന് ഒരു താലോലം പാട്ട് പാടി കൂടെ കിടച്ച് ഉറക്ക്. എനിക്ക് മനസ്സിലാവുള്ള എന്തുകൊണ്ട് ഈ സെന്റിമെന്റ്സ് ഒക്കെ എടാ സെന്റിമെന്റ്സ് അല്ലടാ. പിന്നെ നമ്മള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ടീച്ചറുടെ സീൻ അടിച്ചതിന് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് നമ്മൾ ഈ പറമ്പിൽ വന്ന് കേറിയപ്പോ ഈ ജോസഫ് ഏട്ടൻ കേറി വാട മക്കളെ എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചില്ലേ? മക്കത് മറക്കാൻ പറ്റോടാ? സെന്റി ആക്കില്ല. അത് വിട്. എടാ നിന്റെ ഗേൾക്കും ഇനി നാളെ എപ്പോഴാ പോണ്ടേ? നാളെ കാലത്ത് 10 മണിയാകുമ്പോ അപ്പച്ചന്റെ ജീപ്പ് ഇറക്കേണ്ടി വരില്ലപ്പോ? പൊളിക്കണ്ട നമുക്ക്. ഹൈ ഇതൊന്നും നടക്കട്ടാ, എന്നിട്ട് പൊളിച്ചാ പോരെ. ഇനി മണവാണ് ഫ്രണ്ടിലേക്ക് ഇരുന്നോട്ടാ. എടാ ജോസേ, കോൺസെൻട്രേഷൻ വിടരുത്. നിന്നെ വെറും അച്ഛനല്ല ബിഷപ്പാക്കാൻ വേണ്ടിട്ട് നമ്മുടെ അപ്പനി പെടപ്പാട് പറഞ്ഞു മുഴുവൻ. നിനക്ക് അച്ഛനാവാൻ വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്. ഇവിടെ നല്ല ചുള്ളത്തിക്കട ആങ്ങള് കാണും. നിനക്ക് നല്ല സെൽഫ് കൺട്രോളാ വേണം. നീ എന്തുട്ട് അങ്ങോട്ട് നോക്കണേ? ആത്മനിയന്ത്രണം. എന്നാ തെറിച്ചോ എന്റെ ജയിസേട്ടാ, ഇത് കയ്യിന്ന് പോണ കേസാണോ? ആർക്കറിയാം. ജോസേ, ഇന്നെങ്കിലും കളിക്കണ്ടേ നീ? എന്തൊട്ട് പേടിത്തുറിയടാ നീ? വാടാ പോടാ കളിക്കടാ. എന്താടാ? ഒന്നുമില്ല. ജോസേട്ടൻ തെറിച്ചോ? അവന് പറഞ്ഞ ഞാനാ കളിച്ചാലാ? അതിപ്പോ ഹൈ ഞാൻ കളിക്കാന്ന്. ജോർജ് അവിടെ പെണ്ണ് വെയിറ്റിംഗ് ആട്ടാ. നിന്റെ ലൈഫ് വെച്ച് കളിക്കല്ലേട്ടാ. ജോർജ് വെറും കളി കളിക്കില്ല. കളിക്കുകയാണെങ്കിൽ ബെറ്റ് വെച്ചുള്ള കളി. നല്ലൊരു കോമ്പറ്റീഷൻ മൈൻഡ് വരുള്ളൂ. ജോർജ് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പെണ്ണാ ജോർജ്. അത് ഹൈ അങ്ങോട്ട് പോകാനുള്ള ഡീസ് അടിക്കാനുള്ള കാശ് വേണ്ട. ഒരു 2000 ഗാന്ധി പടക്കട്ടെ. ധൈര്യമുള്ള ആണാണെങ്കിൽ നീ ജോർജിനോട് കളിക്കടാ. ചെക്കനെ പേടിപ്പിക്കണ്ടാ. ഹായ്, ഈ വീട് സ്ഥലവും കണ്ടിട്ട് പെണ്ണ് നല്ല സുന്ദരിയാന്ന് തോന്നണേ അല്ലേ? നീ തല വഴിയാണ് ജട്ടീറിനെ. ജട്ടിയല്ലത് ബന്ധാനെ പുതിയ സ്റ്റൈലാടാ. പെൺകുട്ടി പ്ലേ അറിയാണ്ട് എനിക്ക് മുടിയില്ല എന്നുള്ളത്. മുടിയില്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ തലച്ചോറില്ല എന്നുള്ള അവൾ അറിയില്ലേ? Stupid, don't lose my foolish confidence. I will show your naked face to the pen people. Okay? കൊറേ ഇംഗ്ലീഷ് അറിയാൻ പാടാത്ത സായിപ്പന്മാരെ അറിഞ്ഞിരിക്കുക ബ്ലഡി ഫൂൾസ്. നിനക്കിപ്പോ കൊറേ അറിയാലോ. അതല്ലേ ഞാൻ 2 വാക്കിൽ നിർത്തിയത്. കുറച്ച് ഡീസന്റ് ആയിക്കോളൂട്ടാ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോടാ. ഞാൻ പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കുമ്പോ ഈ തെണ്ടിയോട് ഒളിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞോളൂട്ടോ ജോർജ്. സംസാരിക്കുമ്പോ ഞാൻ ഒളിഞ്ഞു നോക്കില്ലടാ. ഇതിലാരണവ പെണ്ണിന്റെ പെൺ? ഇതാണ് 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 നമ്മുടെ പയ്യൻ. നമോഭാഗം. നീ എന്തുട്ടാ എല്ലാരും നോക്കിക്കണേ? അങ്ങടെ അകത്തേക്ക് കയറാന്ന്. ചായയിലും പലഹാരത്തിലും ഒന്നും കൂടെ അങ്ങളെ ഒരു 2000 മണീസ് എടുക്കണ്ടാവൂ? ഹൈ കടായിട്ട് വേണ്ടെന്ന്. അവന് കൊടുക്കണ സ്ത്രീധനത്തിന്ന് മൈനസ് ചെയ്താ മതിന്ന്. ഹൈ എന്തുട്ട് ഇങ്ങനെ വാപിടിച്ച് നോക്കിക്കണേ? നമ്മളൊരു ഫാമിലി ആവാൻ പോകുമ്പോഴാ ക്യാഷ് ഉണ്ടല്ലോ, പിന്നെ എന്തുട്ട് ഹാങ് ആയി നിക്കണേ? നീ ബെറ്റാശി പിടിച്ചേ. ജോർജ് ഇന്നവരെ ഒരിടത്ത് കടം വെച്ചിട്ടില്ല. ഞാൻ ജോർജിന്റെ അടുത്ത് പറഞ്ഞല്ലേ കളിക്കണ്ടെന്ന്. കാശ് വെച്ച് കളിച്ചു, തോറ്റു. കാശ് തരേം ചെയ്തു. നീ ഇതിനെ കുറിച്ച് നോ ട്രോളിങ്. ഓക്കെ, നീ എന്നിട്ട് നോക്കണേ തീർച്ചയായും. ഹൈ അപ്പളേക്ക് പെണ്ണാണ്ട് ഇറങ്ങിയ ഞാൻ കണ്ടില്ല. ഞങ്ങളും കണ്ടില്ല. നീ ആ ചുള്ളമാർക്ക് കൊടുക്കാൻ ഈ അപ്പങ്കടിയുടെ പൈസ വാങ്ങിയോ ജോർജ്? ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പല ഡീലിങ്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്തൊട്ടുണ്ടായേ? എന്തൊട്ടുണ്ടായെന്നാ? എണീക്കടാ. നാണുണ്ടാ നിനക്കൊക്കെ? പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ നിന്ന് പെണ്ണിനെ പോലും കാണാണ്ട് സ്ത്രീധനത്തിന്റെ അഡ്വാൻസ് മേടിക്കാൻ നടക്കണേ. ഇറങ്ങിപ്പോടാ. കിട്ടിയ ഞങ്ങൾ ത്രികോണായത്. ഹായ്, ഇവനിനി ഒറിജിനൽമാരൊക്കെ കൂടി വല്ല കപ്പ് മേടിച്ചു കൊടുത്തണ്ടാവോ? അതുണ്ടാ എന്ത് ബസ്സും ടീംസുകളാട്ടോ കിട്ടി. മറ്റേ പുല്ലില്ലേ, പച്ച, ഇടുക്കി, പുക, കഞ്ചാവ്. ഇവന്മാരെത്ര അടുത്തിടിക്ക് ഇവന്മാരോടും ചോദിച്ചിട്ട് എന്റെ കാര്യം. എന്റെ കാശുണ്ടാ? ദുഡിന് കാശില്ലാണ്ട് വെച്ചാൽ അവര് തരില്ലാന്ന്. നീ എപ്പോ തുടങ്ങിയത്? ജോർജ് അറിഞ്ഞ പ്രശ്നട്ടാ. വേണ്ട, നീ സ്കൂളിലെ പിള്ളേർക്ക് സ്റ്റഫ് ഒക്കെ നടക്ക. നീ കോൺസ്റ്റബിൾ ദാസന്റെ മോനല്ലടാ? ആണോ? എന്നാ പിന്നെ സ്മോൾ അടിക്കടാ. ബൈക്കിന് മുമ്പ് ഉദിക്കാൻ ആരുണ്ടാവില്ലല്ലോ. Yo bro, why just drink and drive? Huh? If you can smoke and fly. നിന്റെ വീട്ടിലൊന്നും ഉച്ചക്ക് ചാളക്കറിയല്ലായിരുന്നോ? മലയാളത്തിൽ പറടാ. എടാ കൊച്ചി, നീ കൊച്ചിക്കാർക്ക് മുഴുവൻ മോശപ്പേരുണ്ടാക്കിയിട്ട് ഇനി നമ്മുടെ തൃശ്ശൂർ കൂടി മോശാക്കാൻ വേണ്ടി വന്നിരിക്കാ നീ? നിന്നെ പോലുള്ള കുറെ ചെറ്റകൾ കാരണമാണ് ഞങ്ങൾ ന്യൂ ജനറേഷൻ മൊത്തം കഞ്ചാവണം നാട്ടുകാരാണ്. എടുത്തിട്ട് പോടാ നിന്റെ അതൊക്കെ. വല്ല വർത്താനൊന്നും പറയണ്ട.
കുറച്ച് നേരെ സെമിനാറിൽ ഭിത്തിയമ്മ ചാരും നിങ്ങൾ ഉണ്ടാക്കണട്ടാ. കന്യാസ്ത്രീകളെയും വളച്ച് അവരെ ക്ലിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപദേശിക്കാൻ നിൽക്കണം. ഫാദർ, എനിക്കൊന്ന് കുമ്പസാരിക്കണായിരുന്നു. എനിക്കിപ്പോ ഒരു മൂടില്ല. എന്തുട്ടാ ഇഷ്യൂ? വെറുതെ മെക്കിട്ടേറാന്ന് പറയണ്ട. കളിക്കാൻ നമ്മുടെ പിള്ളേരോട് എന്തുട്ടാ കാര്യം? കളർ പെൻസിൽ വെച്ചിട്ട് തന്നില്ല അവൻ. കൂട്ടായിക്കോടാ. സത്യത്തിൽ എന്തുട്ടാ ഉണ്ടായേ? ഇപ്പം വെറുതെ പോയി മെക്കിട്ടേറിയ കൗട്ടകളുടെ നടി വാങ്ങി. ഒരു ന്യായില്ലാത്ത ഇടിയായി പോയല്ലോ. ആരെന്താന്ന് അറിയാണ്ട് ഞാനും കേറി ചാമ്പി. ഇനി ഇതെന്തൊട്ട് വള്ളിക്കെട്ടാണ് ഉണ്ടാവുക. ഇവനൊക്കെ വല്ല പാളിക്കൂടെ വെറുതെ തിരിഞ്ഞെടുക്ക. ഇപ്പൊ തരാട്ടോ നിനക്ക്. എന്തുട്ടാ എന്തിനാ നിന്റെ ഒരു അംഗവട്ടുകാരന് പണി പണിട്ടാ. നമ്മുടെ വണ്ടിയല്ലേ വിളിക്കണ, നമുക്ക് ഓടിയല്ല. എന്തിനത്? എന്നാ പിന്നെ തുടങ്ങല്ലേ. റണ്ണിക്കോടാ. സ്പീഡൊക്കെ ഒന്ന് കേറി ഓടാ. റിവേഴ്സ് പിടിച്ചോട്ടാ. നിങ്ങൾ വിട്ടോടാ. ഒന്നടിക്കടാ. ജോർജ്, എന്നാ കുടി. ജാമ്യം കിട്ടിയില്ലേ? ശരിക്കും ഇങ്ങനത്തെ കേസിനൊക്കെ 2 മാസങ്ങളിൽ റിമാൻഡ് ചെയ്യല്ലോ.
ഇതെന്തേ സംഭവിച്ചേ? എങ്ങനെയാ കഴിച്ചില്ലായത്? എന്തുട്ട്? അല്ല, ഈ പ്രസിഡന്റിന്റെ പ്രവർത്തനത്തിലെ പട്ടി വരെ ഹാപ്പിയല്ല. ഏത് പട്ടിയും കടിച്ചു പോകും. ഒരു പട്ടിയും കടിച്ചില്ലേ ഞാൻ കടിക്കണം എന്ന് വിചാരിച്ചാ. നീ ഒന്ന് പോമോ? പരിപാടിയുടെ പപ്പട പരിപാടി തന്നിട്ട് അതിന് മത്തായി പറമ്പ് ഫേമസ് ആയില്ലേ? ഞാൻ ഇതോട് ഒഴിച്ചാണ്ടല്ലോ. ഒഴിച്ചാ ഞാൻ പറ്റില്ല ചെയ്തു. ജോസഫേട്ടാ, അതിൻ്റെ അകത്ത് കുറെ പൈസ വന്നിട്ടുണ്ട്, എടുത്തിട്ട് വേഗം വരും, ഞാൻ ഉണ്ടപ്പോയി ഉണ്ടാക്കാം. എലിയെ പേടിച്ച് ഇല്ലം ചുട്ടു. ഈ പറമ്പിൽ ഇത് വേണ്ടിയിരുന്നില്ല കേട്ടാ ജോർജേ. കയ്യിന്ന് പോയല്ലോ. ഇത് കയ്യിന്ന് പോയല്ലോ കർത്താവേ. എന്താ പറയാ, ഗാന്ധിജിയുടെ നെൽസൺ മണ്ടേലയുടെ ഒക്കെ ഒരു കാര്യം. അവരുടെ മാനസികാവസ്ഥ എനിക്ക് ഇപ്പഴാ പിടികിട്ടിയത്. ആൾക്കാർക്ക് വേണ്ടി ഓരോ ഉപകാരം ചെയ്യാൻ ഇറങ്ങുക, എന്നിട്ട് ജയിലിലാവുക. എന്നാ നാട്ടുകാർക്ക് അതിന്റെ വല്ല സ്മരണ ഉണ്ടോ? അതുമില്ല. നമ്മുടെ മത്തായി പറമ്പിന് അവകാശം പറഞ്ഞ് ചെലവന്മാര് വന്നു, കൊടുത്തില്ല ജോർജ് 8ന്റെ പണി. നൈസായിട്ട് പാളി പോയെങ്കിലും പുതിയ ഐഡിയസ് ഉണ്ട് വേലേട്ടാ. പിന്നെ ബിന്ദു ടീച്ചറിനോട് പറഞ്ഞോളൂ കേട്ടോ, ഡ്രൈവിംഗ് സ്കൂൾ എത്ര കാലം വേണമെങ്കിലും പഠിച്ചോളാൻ. ഒന്നും മിണ്ടല്ലോ. എന്നാ കേട്ടോ, ഞാൻ ഷോർട്ട് ഓടിച്ചിട്ട് പിന്നാലെ വരാം. ജോർജ്, എന്തുട്ട് വിളിച്ചേ? അന്ന് പള്ളിയിൽ വെച്ച് കണ്ടതിന് ശേഷം ഇപ്പോഴേ തൊള്ളില് സൗണ്ട് ഉണ്ടെന്ന് അറിയണേ. ഇത്ര നാള് പിന്നാലെ നടന്നിട്ടും ആദ്യമായിട്ടാ ഇങ്ങനെ ജോർജ് എന്ന് വിളിക്കണേ. ജോർജ് വല്ലാണ്ട് ഹാപ്പിയായി. ഒന്നും കൂടി വിളിക്കൂ. ജോർജ്. ഓ, ജോർജ് ഇത്രയും നാളെന്റെ പിന്നാലെ നടന്ന ഞാൻ ഒന്നും പറയില്ല. ആണുങ്ങൾ പെണ്ണുങ്ങളെ പിന്നാലല്ലേ നടക്കുള്ളൂ. അത് പോയിന്റ്. ഇങ്ങനെ നടന്നാൽ മാത്രം പോരല്ലോ ജോർജിന്. ഒരു തീരുമാനം അറിയണ്ടേ? വേണ്ടേ? പിന്നെ പോയിന്റ്. വെരി ഗുഡ്. എന്റെ മനസ്സിപ്പോ ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കുകയാണ് ജോർജ്. അത് മറ്റൊന്നിലേക്ക് ആകണമെങ്കിൽ എനിക്കും കൂടി തോന്നണ്ടേ? അത് തോന്നാൻ തക്ക എന്തെങ്കിലും ഒരു കാരണം കൂടി വേണ്ടേ? ഒരു പെണ്ണിന് വേണ്ട 3 കാര്യങ്ങൾ എനിക്കുണ്ടെന്ന് തെളിയിക്കാൻ നടക്കുന്ന ജോർജ്, ഒരു ആണിന് വേണ്ടത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആണിനിപ്പോ അന്തസ്, സ്വാഭിമാനം, ഒരു പെണ്ണിന് ധൈര്യവും വിശ്വാസം പകർന്നു കൊടുക്കുന്ന ആണത്വം, ഇതെന്തെങ്കിലും ഉണ്ടോ ജോർജിന്? മാർത്തോമ പള്ളിയിൽ കുർബാന കൂടാൻ വരുന്നവരോട് അവിടുത്തെ പള്ളിയിൽ അച്ഛൻ, ജോർജിന്റെ അപ്പച്ചനെ, എന്റെ മോനൊരു പട്ടിപിടുത്തക്കാരനായി എന്ന് വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ടോ? ഉണ്ടേ കൊള്ളാം. ഒന്നുമില്ലെങ്കിലും താൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്, അതെങ്കിലും മിനിമം വേണം ഒരു മനുഷ്യന്. കോമൺ സെൻസേ. ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വായി നോക്കി പുറകെ നടന്നോളൂ. കഷ്ടം. ഇതൂമേട്ടെന്നിരുന്നാ മതിയായിരുന്നു. തുറക്കാത്ത തൊള്ള തുറന്നപ്പോ തൃശ്ശൂർ പൂരം പേടിക്കേണ്ട കൂട്ടപ്പൊരിച്ചില് പോലെ. ആകെ ഒരു പോക. ഒന്നും വേണ്ടായിരുന്നു. അവളുടെ മുമ്പിൽ കംപ്ലീറ്റ് ഇമേജ് കളഞ്ഞ പട്ടിപ്പരിപാടിയാ. പീറ്ററിനോടുള്ള ചോർച്ചൽ തീർക്കാനുള്ള പരിപാടി കണ്ടിട്ട് നമ്മുടെ ജോസഫേട്ടൻ വരെ വളരെ നോർമലായിട്ട് റിയാക്ട് ചെയ്തു. ശരിയാ ജോർജ്, ആ പരിപാടി നിന്റെ ക്യാരക്ടറിന് ചേരാത്തൊരു ചടച്ച പരിപാടിയായി പോയി. ഭയങ്കര ബോറായി പോയി. എല്ലാരും കൂടി ഐഡിയ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് പെന്റെ മക്കിട്ട് കയറണ ഡാഷ് ഡാക്കളെ.